ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എല്ലപ്പെട്ടിയിലാണ്. എല്ലപ്പെട്ടിയിൽ വീണ്ടും ഒരു ക്യാമ്പിങ്ങിന് വേണ്ടി വന്നേക്കണാണ്. നേരത്തെ വീഡിയോ എല്ലപ്പെട്ടി തന്നെ ആയിരുന്നു. സ്ഥിരം എല്ലപ്പെട്ടി എന്താണെന്ന് ചോദിക്കരുത്. ബാക്കിയുള്ള ക്യാമ്പിങ്ങൊക്കെ ഇപ്പോൾ വയനാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഒരു ഹൈവേ ഓടിക്കേണ്ടതെന്ന് ഓർത്തില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് എത്തും. ഒരു 3-4 മണിക്കൂർ കൊണ്ട് സ്ഥലത്തെത്തില്ല. അതുകൊണ്ടാണ് ഈ ഏരിയയൊക്കെ തന്നെ വീണ്ടും പിടിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ള എല്ലപ്പെട്ടിയിലാണ്. എല്ലപ്പെട്ടിയിൽ നമുക്ക് പിക്കപ്പ് പോയിന്റ് പറഞ്ഞാൽ എല്ലപ്പെട്ടി പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെയാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ്. സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് 2:30. എല്ലാം മിക്ക ക്യാമ്പിങ് 2 മണി 3 മണിക്കൊക്കെയാണ് പിക്കപ്പ്. അപ്പോൾ അത് പ്രതീക്ഷ തന്നെ വന്നേക്കണത്, കുഴപ്പമില്ല. അപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു മണിക്കൂറായിട്ട് നിൽക്കുന്നുണ്ട്. എത്തിയിട്ടില്ല. ഇവിടെ ആകെ BSNL മാത്രം റേഞ്ച് ഉള്ളത് കൊണ്ട് വിളിക്കാനും നിവൃത്തിയില്ല. പിന്നെന്താ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അളിയൻ്റെ താറുമായിട്ട് ഇറങ്ങിയേക്കണത് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ പോസ്റ്റായിട്ടിരിക്കുന്നതാണ്. ഇനി എന്തായാലും അവർ വരട്ടെ. അപ്പോൾ നമ്മൾ വന്നേക്കണ ക്യാമ്പിൻ്റെ പേര് വൈൽഡ് ഷെർപ്പാസ് എന്നാണ്. പിന്നെ ഈ സെയിം പിക്കപ്പ് പോയിന്റിൽ 3 ക്യാമ്പിലേക്കുള്ള പിക്കപ്പ് പോയിന്റ് ഇവിടെ തന്നെ ഉണ്ട്. ക്ലൗഡ് ഫാം, ഈ വൈൽഡ് ഷെർപ്പാസ്, പിന്നെ ഫോറിനേഴ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള ക്യാമ്പുണ്ട്. ക്യാമ്പിൻ്റെ പേര് അത്ര അങ്ങോട്ട് വായക്കൊള്ളൂല. അപ്പോൾ ആ ക്യാമ്പിൻ്റെയും പിക്കപ്പ് പോയിന്റ് ഇവിടെ തന്നെയാണ്. പിക്കപ്പ് ചെയ്യാനായിട്ട് ആൾ ഇതുവരെ എത്തിയിട്ടില്ല. വി ആർ സ്റ്റിൽ വെയിറ്റിംഗ്. അങ്ങനെ പിക്കപ്പ് പോയിന്റിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ ആ അറ്റത്തേന്ന് വെച്ചത് അവിടെ നിന്ന് 1 കിലോമീറ്ററോളം വന്നിട്ട് വേറൊരു പോയിന്റിലേക്ക് എത്തി. ഏതാണ് ചാണ്ടീസ് ഡ്രിസിൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു ബാനർ, ഒരു ചായക്കട, പിന്നെന്താണ് നമ്മുടെ കൂടെ കുറച്ച് മലപ്പുറം ടീംസും കൂടി ഉണ്ട് കേട്ടോ വൈൽഡ് ഷെർപ്പാസിലോട്ട്. പേരെന്ന് പറയോ? അൽത്താഫ്, അഫ്രീദ്, ഇമ്രാൻ. എല്ലാം +2 കഴിഞ്ഞ് നിങ്ങൾ പിള്ളേരാണ്ട മലപ്പുറത്ത് നിന്ന് വന്നേക്കണേ. ഇവരുണ്ട് നമ്മളിവിടെ വൈൽഡ് ഷെർപ്പാസിലോട്ട്. ഫൈനലി വി ആർ സ്റ്റാർട്ടിങ് അവർ ജേണി. അങ്ങനെ വൈൽഡ് ഷെർപ്പാസിലേക്ക് കുറച്ച് നടത്തുണ്ട്. ആൻഡ് ഈ മുമ്പിൽ പോകുന്നതാണ് നമ്മുടെ ഷെർപ്പയുടെ ഗൈഡ്, ഫങ്കി കൂൾ ഗായ്, ബോബ് ഫ്രം മലപ്പുറം. എല്ലാവരും മലപ്പുറംകാരുണ്ട് ഈ ഏരിയയിൽ. ഇവിടെ നിന്ന് എത്ര നേരം ഉണ്ട് നടപ്പ്? ഇവിടുന്ന് 2.5 കിലോമീറ്റേഴ്സ്. ഓക്കെ, ഓക്കെ. അതിന് നേരെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് 1.5 ഈ റൂട്ടിൽ നേരെ കയറി അവിടെ എത്തും. ഓക്കെ. പിന്നെ അതിന് തൊട്ടടുത്തൊരു പീക്കുണ്ടോ മെഷീൻ്റെ ഇടയിൽ, അതാണ് മോർണിംഗ് 1.5 ട്രക്കിൻ്റെ പോയിന്റ്. ഓക്കെ. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് കയറും. ഇപ്പോൾ ഒരു 2.5 നോർമൽ ട്രക്ക്. ഓക്കെ. ആൻഡ് ദിസ് ഗായ്സ് ബോബോ. പക്ഷേ നമ്മുടെ ക്യാമ്പിലേക്കല്ല ബോബോ ക്ലൗഡ് ഫാമിലെ മെമ്പറാണ്. ബോബിനെ സോപ്പിട്ട് നമുക്ക് വൈൽഡ് ഷെർപ്പാസിലേക്ക് കൊണ്ടുപോകാം. നമ്മ നോർമൽ റൂട്ടിൽ നിന്ന് മാറി ഫോറസ്റ്റിലേക്ക് കയറി കേട്ടോ. ചെറിയ ഫോറസ്റ്റ്. ട്രീസൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നല്ല ഏജബിൾ ആയിട്ടുള്ള ട്രീസാണ്. ഓക്കെ. ചെറിയ കോടയൊക്കെ ഇറങ്ങി നല്ല രസമുണ്ട്. ഫുള്ള് ട്രീയിലും മോസസ് പിടിച്ചേക്കണല്ലേ? അതിവിടെ ഫുൾ ടൈം മിസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഈ മോസസ് പിടിച്ചേക്കണിങ്ങനെ? അല്ല, മിസ്റ്റിൻ്റെതല്ല, പക്ഷേ ക്ലൈമറ്റ് ഇപ്പോൾ ഇവിടെ സൺലൈറ്റ് ഓവർ തട്ടുന്നില്ല. ഓക്കെ. മോസസ് നീഡ് മോയ്സ്ചർ. അങ്ങനെ പറയാം. എനിക്കും വലിയ രീതിയിലുള്ള സാധനങ്ങളൊന്നുമില്ല. മോയ്സ്ചറുള്ള സ്ഥലത്തേ മോസസ് ഉണ്ടാവുള്ളൂ. ഫോറസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല കോടയായിട്ടാ. നൈറ്റ് നമുക്ക് ടെമ്പറേച്ചർ എത്ര ഡ്രോപ്പ് ആവും? നോർമലി ഒരുപോലല്ലോ. ഇന്നലെ പറയുകയാണെങ്കിൽ നോർമൽ 13. ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷേ മോർണിംഗ് ഒരു 5 ആകുമ്പോൾ അതൊരു 9-8 കടക്കും. ഇന്ന് നല്ല വെയിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നൈറ്റ് തണുപ്പും കൂടും. ഓക്കെ, പറയാം. അങ്ങനെ നമുക്ക് വെതർ കമ്പയർ ചെയ്യാം. ഓക്കെ, അങ്ങനെ പറയാം. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവരെ സ്വഭാവം അടിപൊളിയാവോ. എന്നും ഒരുപോലെ അല്ലല്ലോ എന്തും. ഇത് ഭയങ്കര ഭംഗിയുള്ള ഫോറസ്റ്റാണ്.
ബ്രോ കേരള തമിഴ്നാട് നമ്മളിപ്പോൾ തമിഴ്നാട്ടിലോട്ട് കടന്നു. പിന്നെ ഈ റൂട്ട് നമ്മളെ മേലൊരു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞ ഇവിടെ 1 കിലോമീറ്റർ. ഓക്കെ, നമ്മൾ നേരെ താഴോട്ട്. പിന്നെ നമ്മളൊരു മോർണിംഗ് 1.5 ട്രക്ക് ഉണ്ട് പറഞ്ഞില്ലേ, സൺറൈസ് പോയിന്റ്. നമ്മൾ നേരെ ഇവിടുന്ന് മേളിലേക്ക് കയറി. നമ്മളിപ്പോൾ ഈ ഗ്രീൻ പൈപ്പ് കണ്ടോ? ഓക്കെ, ഇതിൻ്റെ അപ്പുറം നമ്മൾ ഓൺ പോകും. യെസ്, ഫോറസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറി. മൂന്നാറ് ഒരു 70% ടാറ്റ്, പിന്നുള്ളത് 50% റോഡ് ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ. ടാറ്റ 999 ലീസ് എടുത്താലോ ഗവൺമെന്റ് തന്നെ. പിന്നുള്ളൊരു 50% ഇതുപോലെ ഓൺ പ്രോപ്പർട്ടീസ്. നമ്മളതാ അവിടുന്ന് വരുമ്പോൾ ഗ്രീൻലാൻഡ് കഴിഞ്ഞ് ഫോറസ്റ്റ് കഴിഞ്ഞ് ഓൺ പ്രോപ്പർട്ടിയിലോട്ട് കയറി. ഓക്കെ, അങ്ങനെ നമ്മൾ വൈൽഡ് ഷെയർ പാസിലെത്തി. നൈസ് ആംബിയൻസ്. ഫസ്റ്റ് ഇംപ്രഷൻസ് ബെസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ. എന്തായാലും വന്നപ്പോൾ ക്ലൈമറ്റ് പൊളി. നൈസ്. ക്യാമ്പ് റൂൾസ് ക്ലിയർ ആവുന്നില്ല, നമുക്ക് പിന്നെ ചെയ്യാം. ആൻഡ് ദിസ് ഈസ് എ കോമൺ സ്പേസ്, ക്യാമ്പ് ഫയർ ഏരിയ. മഴ കൊള്ളാല, നൈസ് വെൽക്കമിങ്. മറ്റേ ഫോഗിന്ന്. ഓക്കെ, ക്യാമ്പിംഗ് റൂൾസ് പറഞ്ഞാ ഓക്കെ. 10 മിനിറ്റ് ചായ ഉണ്ടാക്കിത്തില്ല, അപ്പോൾ 10 മിനിറ്റ് കേട്ടോ. പിന്നെ ബ്രോ ഇവിടെ താഴെന്ന് റൈറ്റ് സൈഡിലായിട്ട് ബാത്റൂംസ് ഉണ്ട്. 2 ബിൽഡിങ്സ് കാണാം, മേലെയും താഴെയുണ്ട്. മേലുള്ള യൂസ് ചെയ്തോ, താഴെ യൂസ് ചെയ്യണ്ട. മേലൊരു 3 എണ്ണം ഉണ്ട്, യൂസ് ചെയ്തോ. പിന്നെ മെയിൻ ഇറ്റ്സ് വേസ്റ്റ്. നമ്മളോട് വേസ്റ്റ് ആണ് മെയിൻ കെയർ ചെയ്യേണ്ടത്. മിഠായി കവറാണെങ്കിലും കെയർ ചെയ്യണം. അപ്പോൾ ഡസ്റ്റ്ബിൻസ് ഉണ്ട്, ഓരോ ഫ്ലോറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്, ബ്ലാക്കിലൊന്ന് കിടക്കുന്നുണ്ട്. പിന്നെ താഴത്ത് ലാസ്റ്റിലൊരു ഇഞ്ചിൽ ഡെക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു സ്റ്റാർ ഗേസിംഗ് നെറ്റ് ഉണ്ട്. പിന്നെ മേലോട്ട് പോവുകയാണെങ്കിൽ ഒരു റോക്ക് വരുന്നുണ്ട് അവിടെ. പിന്നെ അങ്ങോട്ടൊരു ഫ്ലോർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചില ദിവസം ഇവിടെ ഫാമിലി ഗസ്റ്റ് ഉണ്ടാകുമ്പോൾ ചില മെമ്പേഴ്സ് ഡ്രിങ്ക്സ് യൂസ് ചെയ്യല്ലോ, അപ്പോൾ അവരെ അപ്പുറത്തിലോട്ട് മാറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് പിന്നെ നിങ്ങൾ 10 പേരല്ലേ ഉള്ളൂ, ഇവിടെ തന്നെ അറ്റൻഡ് ചെയ്താണ്. ഓക്കെ, ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. മലപ്പുറം ടീം മാത്രമല്ല കേട്ടോ, നമുക്ക് എറണാകുളത്ത് ടീമുണ്ട്. ഇവർ പെരുമ്പാവൂര്, പേരെന്തായിരുന്നു? അലക്സ്. ജോബിൻ എന്ത് ചെയ്യണം? പെരുമ്പാവൂർ തന്നെ. എന്ത് ചെയ്യണം? കാർ വാഷ് നടത്തണം. ഗുഡ്. താങ്കളും രണ്ടുപേരും ഒരേ സംരംഭമാണോ? എയർപോർട്ടിൽ ആകുമ്പോൾ പൊളി. ഇവിടെ ഡയറക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, മീശപ്പുലിമല. ആ ഡയറക്ഷൻ ടോപ്പ് സ്റ്റേഷൻ, ടോപ്പ് വാലിന്ന് ചെയ്യണം. ടോപ്പ് സ്റ്റേഷൻ അതാ ഡയറക്ഷൻ. പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല, ഫുള്ള് ഫോഗിലാണ്. പിന്നെ എന്താ കുറേ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതെന്താ മരമൊക്കെ അവർ വെച്ച് കെട്ടിയച്ചത്. ഓക്കെ, ചെറിയ ചെറിയ സംഭവങ്ങളാണ്, ഇത് നല്ല രസമുണ്ടാണ്. കുറേ ഡ്രോയിങ്സ്. ഇതൊക്കെ ഇപ്പോഴും ലൈവിലാണല്ലോ. കൊള്ളാം, നൈസ്. ഓ, ഏതോ ക്ലിയർ സൗണ്ട് നോക്കിയേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നൈസ്. വാവ്, നല്ലോണം എഫേർട്ട് ഇട്ട് ചെയ്തേക്കണ പണിയാണിത്. ചുറ്റിനും ഡിസൈൻ ചെയ്തേക്കണം, നല്ല എഫേർട്ട് ഇട്ട് ചെയ്തേക്കണ പണിയാണ്. നൈസ്. ഇവിടെ ഒരു ക്യാരം ബോർഡ് ഉണ്ട്. ടീ ആൻഡ് സ്നാക്സ് ഇസ് റെഡി. റസ്ക്, ബിസ്ക്കറ്റ് ആൻഡ് ബ്ലാക്ക് ടീ. ടീ ആണ് കോഫിയാണോ? അത് ടീ ആണല്ലേ. ഓക്കെ, ഈ റസ്ക് ഇവിടെ മൂന്നാറുള്ള വില്ലേജിൽ ഒരു കുറച്ച് ആൾക്കാർ തുടങ്ങിയ പരിപാടിയാണെന്ന് പറഞ്ഞത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആൻഡ് നമുക്ക് കിട്ടിയ ടെൻറ്റ് ഇതാണ്. പിന്നെ എറണാകുളത്ത് 1-2 പേര് അവിടെ.
പിന്നെ മലപ്പുറം ടീംസിന് ആ കോർണറാണ് തോന്നുന്നു. ടെൻറ്റ് അത്യാവശ്യം നല്ല സ്പേസുള്ള ടെൻ്റാണ്. ഒരു 4 പേർക്ക് ഇല്ല. യെസ്, ഒരു 4 പേർക്കൊക്കെ സിമ്പിളായിട്ട് കിടക്കാം. നല്ല സ്പേസുള്ള ടെൻറ്റ്. പിന്നെന്താ, ടെൻറ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ ഇതാ കാണുന്നത് വാഷ്റൂംസ്. പിന്നെ ഇവിടെയുണ്ട് വാഷ്റൂംസ്. ഇതാണ് ഏറ്റവും ഈസി. ഇനിയും 2-3 ഗസ്റ്റും കൂടി വരാണ്ടെന്ന് തോന്നുന്നു. പിന്നെ എന്താണ്, ഇവിടെ ഇത് നിലത്ത് തന്നെ പിച്ച് ചെയ്തേക്കണുണ്ടോ. ഇവിടെ ഈ ടെൻറ്റ് കുറച്ച് ടെൻറ്റുകൾ മാത്രമേ ഉള്ളൂ ഇതേപോലെ ടേബിൾ ടോപ്പ് ആക്കിയേക്കണത്. ഇത് നമ്മളെ കുറച്ചും കൂടി സൗകര്യമാണ്, സുഖമായിട്ട് കിടക്കാം. പിന്നെന്താണ്, ഇവിടെ സ്റ്റാർ ഗേസിംഗ് ചെയ്യാനുള്ള ഏരിയ. പിന്നെ അവിടെ ഒരു ഏരിയ ഉണ്ട്. പിന്നെന്താണ്, ഒന്നും വ്യൂ അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല. ഫുള്ള് കോട. നോക്കി, ഫുള്ള് കോട തന്നെ. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഈ കോട മാറണം. എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഫ്രഷ് ആവട്ടെ. ആ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷായിട്ട് പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ ഈ കാണുന്ന നമ്മുടെ നേരത്തെ കണ്ട കോമൺ ഏരിയ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു ഷെൽട്ടർ ഉണ്ട്. കുരുത്തം കെട്ട പിള്ളേർക്കായിട്ട് കൊടുക്കുന്ന ഏരിയ എന്നാണ് പറഞ്ഞത്. അതായത് ഈ വെള്ളമടി ബാക്കിയുള്ള പാർട്ടീസൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഏരിയ എന്നാണ് പറഞ്ഞത്. കാരണം ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകാതിരിക്കാൻ വേണ്ടി. നമുക്കതൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പിന്നെന്താണ്, ഇപ്പോഴും ഫുള്ള് കോട തന്നെ. വ്യൂ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. വന്നിട്ട് ഞാൻ വിചാരിച്ചു രാവിലെ നല്ല വെയിലൊക്കെ ഇരുന്ന് വിചാരിച്ച് നല്ല വ്യൂ ഒക്കെ ഇരിക്കുമെന്ന് വിചാരിച്ച്. പക്ഷേ ഈ എല്ലപ്പെട്ടിയുടെ കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിന്തകളെല്ലാം മാറ്റിക്കളഞ്ഞു. ഫുള്ള് കോട. ഇവിടെ ടെൻ്റൊക്കെ തന്നെ ഉണ്ട. ഇവിടെ മേളിലൊരു 3 ടെൻറ്റ് പിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളവർക്കായിട്ട് ക്യാമ്പ് ഫയറായിട്ട് ഇവിടെയാണ് തോന്നുന്നു ക്യാമ്പ് ഫയറിൻ്റെ ഏരിയ. പിന്നെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇതൊരു കോമൺ ഏരിയയാണ്. അയ്യ, ഇവിടെയും ക്യാമ്പ് ഫയർ തന്നെയാണ്. ഇൻ കേസ് ഓഫ് റെയിൻ ഇവിടെ ആയിരിക്കുള്ളൂ ക്യാമ്പ് ഫയർ. ഇവിടെ ആരണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നു, സ്ലീപ്പിംഗ് ബാഗ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ ഇന്നലെ ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതായത് ചുറ്റും കോട, ഒരു കുന്തവും കാണാൻ പറ്റില്ല. പിന്നെ രാവിലെ നല്ല വെയിലായതുകൊണ്ട് രാത്രി നല്ല തണുപ്പായിരിക്കുമെന്ന് പറഞ്ഞ് ബോബ്. ഇവിടെ പിന്നെ ഇത് കിളികളുടെ ഒരു രക്ഷയില്ലട്ടാ. എന്തൊക്കെ വെറൈറ്റി കിളികളാണ് അവിടെ ഇരുന്ന് ഇരിപ്പുണ്ട്. പക്ഷേ ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. അതിൻ്റെ ഇടയിലൊന്നും ഇരിപ്പുണ്ട്. ഇതും ടെൻറ്റ് പിച്ച് ചെയ്യാനുള്ള ഏരിയയാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ അധികം ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് 3 ടെൻറ്റ് പിച്ച് ചെയ്ത് വെച്ചേക്കണിരുന്നു. നമ്മ വന്ന വഴി തന്നെ. എന്തായാലും ഇവിടുത്തെ ആംബിയൻസ് പൊളിയാണ്ടോ. മറ്റ് ഉള്ള ക്യാമ്പുകൾ പോലെയല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പോയേക്കണത് കൊളുക്കുമല ക്യാമ്പിങ്ങാണ്. ഏതാണ്ടൊക്കെ അതുപോലെ തന്നെ ഭയങ്കര ഡിസിപ്ലിൻ, ഭയങ്കര ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തേക്കണ നല്ല പൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ പരിചയപ്പെട്ട മറ്റേ ബോബില്ലേ, പുള്ളി ആർട്ട് വർക്ക്, പിന്നെന്താണ് മറ്റേ സ്റ്റോൺസൊക്കെ വെച്ച് മാല ഉണ്ടാക്കൽ, പിന്നെ ബോബി ഇട്ടേച്ച ഫുൾ ഡ്രസ്സ് പുള്ളി തന്നെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയതാണ്. ബോബ് ഒരു മൾട്ടി ടാലൻറ്റഡ് പേഴ്സണാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഉള്ളത് നൈറ്റ് വൈബ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും വേറെ മൂഡായിരിക്കുള്ളൂ. ഇനിയും കുറച്ച് ഗസ്റ്റും കൂടി വരാണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോൾ ഉള്ള ഗസ്റ്റുകളെല്ലാം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. മലപ്പുറം ഗ്യാങ്സ് കുറേ നേരം ഇവിടെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ അതേ ഫ്രഷ് ആകാൻ വേണ്ടി താഴത്തേക്ക് പോയി. നമ്മുടെ എറണാകുളം ടീം ഓൾറെഡി ടെൻറ്റിൻ്റെ അകത്ത് കയറി. പിന്നെന്താണ്, കോട കൂടിക്കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് മഴ പെയ്യുന്നത് പോലെ ഉണ്ട്. എങ്കിലും മഴ കൂടുന്നു. എങ്കിലും കൊള്ളാം, നൈസാണ്. അങ്ങനെ നൈറ്റ് ലൈറ്റ്സൊക്കെ ഓണായി, ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് പേരൊക്കെ ക്യാമ്പ് ഫയറിന് വന്നിരിപ്പുണ്ട്. ഒരാളെ പരിചയപ്പെടുത്താം. ദിസ് ഈസ് ദത്തൻ. നമ്മുടെ ബോബിനെ പോലെ തന്നെ ഇവിടുത്തെ ഒരു കെയർ ടേക്കറാണ്. യെസ് ബ്രോ. ഇവിടെ അല്ല, ഇദ്ദേഹം ആലപ്പുഴക്കാരനാണ്ടോ. ഇവിടെ എത്ര ആളായി വൈൽഡ് ഷെയർ പാസിൽ? ഇവിടെ ഇപ്പോൾ ഒരു 1.5 മാസമായിട്ടുള്ളൂ. ഓക്കെ.
ലൈറ്റൊക്കെ നൽകുമ്പോൾ വേറെ വൈബായിട്ട് ഇപ്പോൾ ഓക്കെ. ഇനി കുറച്ചുകൂടെ വരാനുണ്ട്. ബാക്കിയുള്ളൊരു അടിയിൽ തന്നെ സ്റ്റാർസൊക്കെ വന്ന് ക്ലിയർ ആയി. നൈറ്റ് ആയപ്പോഴേക്കും കോടയൊക്കെ പോയി. പക്ഷേ ഇതിൽ കാണാൻ പറ്റില്ല. ഗോപ്രോയിൽ എനിക്ക് നേരിട്ട് കണ്ടിട്ട് നല്ല രസമുണ്ട്. ഗോപ്രോയിൽ ഒരു കുന്തും കാണാൻ പറ്റില്ല. അപ്പോൾ ബോബ് അവിടെ ഡിന്നർ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കുറച്ച് നേരം ക്യാമ്പ് ഫയർ കൊണ്ടിരുന്നിട്ട് പയ്യെ ഡിന്നറിലേക്ക്. അങ്ങനെ ഡിന്നറിൻ്റെ സ്റ്റാർട്ടിങ് സൂപ്പ് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് സൂപ്പ്? കഴിച്ചാ നീ? കഴിക്കാൻ പോണോ നീ? എങ്ങനെ അടിപൊളിയാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. കുക്കുംബർ ആൻഡ് ക്യാരറ്റ് സ്റ്റാർട്ടേഴ്സ്. ചിക്കൻ ബാർബിക്യൂ, ദാൽ, ചിക്കൻ കറി, റൈസ്, ചപ്പാത്തി. ചേട്ടനാണ് കുക്ക്. ഓക്കെ, ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ചാർലസ്. കൊള്ളാല പേര്. ആ, മണി അടിച്ചിട്ടാ ഡിന്നറിനുള്ള മണി അടിച്ച. എല്ലാവരും എഴുന്നേറ്റോട്ടെ. ഇനി കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞോട്ടോ നീ. അങ്ങനെ ആ ഡിന്നറും കഴിഞ്ഞു. പിന്നെന്താണ്, ക്യാമ്പ് ഫയറിന് ചുറ്റും ഞങ്ങൾ കൂടി ഇരുന്നിട്ട് അങ്ങാടി കണക്കാത്ത കുറച്ചിലായിരുന്നു എല്ലാവരും കൂടി ഇരുന്നിട്ട്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സമയം 10:45. അപ്പോൾ ഉറങ്ങാനുള്ള പരിപാടിയാണ്. ഇനി രാവിലെ സൺറൈസ് ട്രക്കിങ്ങും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് ചെക്കൗട്ട്. അപ്പോൾ എന്തായാലും നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റി. പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. ചായ ബിസ്ക്കറ്റ് വന്നിട്ടുണ്ട്. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ നേരെ ട്രക്കിങ് തുടങ്ങുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കമൊക്കെ? നല്ല തണുപ്പുണ്ടെങ്കിലും കാറ്റില്ലാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ട് അറിയാനുള്ള. എന്തായാലും ചായ കുടിക്കട്ടെ. അങ്ങനെ എല്ലാവരും റെഡിയായി. ബോബ് ഫ്രണ്ടിൽ കൊണ്ട് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇരുട്ടായതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. സൺറൈസ് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും വീഡിയോ കൊള്ളിക്കാം. ഫൈനലി നമ്മ പീക്കിലെത്തി. സൺറൈസ് ആകുന്നേ ഉള്ളൂ. ക്ലൗഡ് ബട്ട് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. സൺറൈസ് വിചാരിച്ച് കിട്ടും. പിന്നെന്താ, ഓക്കെ, 1 സെക്കൻഡ്. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ആ താഴത്ത് കാണുന്ന ചെറിയ ലൈറ്റുകളുണ്ട്, അതാണ് ക്ലൗഡ് ഫാം. നമ്മുടെ പ്രോപ്പർട്ടി ഈ മലയുടെ നേരെ ലെഫ്റ്റ് സൈഡിൽ. അങ്ങനെ സൺറൈസിൽ കളർ മാത്രമേ ഉള്ളൂ, നമുക്ക് സണ്ണിന് കിട്ടാൻ ഒരു സാധ്യതയില്ല. അവിടെ ക്ലൗഡ് ബണ്ട് ഒരു ചെറിയൊരു ലെയർ ഫോം ചെയ്തിട്ടുണ്ട് എൻ്റെ ബാക്കിലാണ് സണ്ണ്. ആ സമയം കൊണ്ട് കഷ്ടപ്പെട്ട് ഞാൻ ഒരു സാധനം ഉണ്ടാക്കി. ആക്ച്വലി ബോബ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണതിന് എന്താ പറയണത്, എന്തൊരു പേര് പറയില്ലേ, എന്തൊരു പേരുണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണതിന്, എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഈ ഒരു 4 ഗസ്റ്റ് ക്ലൗഡ് ഫാമിലുണ്ട്. നമ്മുടെ കൂടെ വന്ന വേറെ 2 പേര് ഇറങ്ങിപ്പോയി വയ്യാതെ. ബോബ് അതാണ് ലേറ്റായത്.
അങ്ങനെ ക്ലൗഡ് ഗസ്റ്റൊക്കെ പോയി. നമ്മുടെ വൈറ്റ് ഷെയർ പോസ്റ്റ് ഗസ്റ്റ് മാത്രമേ ഉള്ളൂ. ചെറുതായിട്ട് സൺലൈറ്റൊക്കെ അടിച്ച് വെട്ടമൊക്കെ വന്നു തുടങ്ങി. ഇപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറച്ച് വെട്ടമൊക്കെ വന്നപ്പോഴത്. അങ്ങനെ ആ സൺറൈസൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുന്നു. ഇനി നമുക്ക് വന്ന വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും രാത്രി കയറിയതുകൊണ്ട് വഴിയൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. വന്ന വഴിയൊക്കെ കാണിച്ചു തരാം. എൻ്റെ തലൊന്നും തിരിച്ചുകൊണ്ടായിരുന്നു ഒരു മരത്തിൽ. വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല ഭാഗ്യത്തിൽ. ഓക്കെ യെസ്. ഇതാണ് റോഡോഡെൻഡ്രോൺ എന്ന് പറഞ്ഞ ഫ്ലവർ. ഈച്ച വന്നിരിക്കണ്ടില്ലേ? അതിന്റെ ഉള്ളിൽ ഇത് യെല്ലോ ഒരു തരി വൈറ്റ് ഒക്കെ കണ്ടു. അതിൽ ഇത് തേണ്ടാവും. ഈ സാധനത്തിനുള്ളിൽ ഓക്കെ ഉള്ളി കണ്ടോ? ഇതാണ് റോഡോഡെൻഡ്രോൺ, നേപ്പാളിൻ്റെ നാഷണൽ ഫ്ലവർ. അത് സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ കാണാറില്ല. 6000 meters എബവ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് പിടിക്കത്തുള്ളൂ. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഓക്കെ ഇത് പ്യുവർ ഫോറസ്റ്റ് അല്ലേ ഇത്? ഇത് ഷോല ഫാമിലിയിലുള്ള ഡെൻസ് അല്ല, ഷോല ഫോറസ്റ്റ്. ഓക്കെ. വഴിയിൽ നിന്ന് നേരെ റൈറ്റിലേക്ക് നോക്കിയാൽ ആട്ടത്ത് ക്ലൗഡ് ഫാം കാണാം. അവരുടെ റൂട്ട് ഇതാണ്. നമുക്ക് നേരെ ഇതിലെ അവർക്ക് ഇവിടുന്ന് ഭയങ്കര ഈസിയാണ്. 600 meters ഉള്ളു. നമുക്കൊരു 1.5 kilometers ഉണ്ട് ഈ ട്രക്ക്. നമുക്ക് ദൂരമില്ല. പക്ഷെ അവരുടെ സ്പോട്ടിലേക്ക് 3.5 kilometer ഉണ്ട്. നമുക്ക് 2 kilometer അല്ലേ. അതെല്ലാം കണക്കാണ്. നമ്മുടെ ഈ കയറിയ ട്രക്കിലാ കുറച്ച് ഹാർഡസ്റ്റ് പോർഷൻ ഇവിടെ ആയിരുന്നു. പിന്നെന്താണ്, ഇറക്കമായതുകൊണ്ട് ഇല്ല കഥപ്പൊന്നുമില്ല. രാവിലെ ഇപ്പോൾ കയറുന്ന സമയത്ത് വെട്ടമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം അത്രയും നല്ല രസമായിട്ടാണ് കയറിയത്. ഇതിവിടെ ഒരു വഴിയുണ്ട് ഇറങ്ങാനായിട്ട്. പക്ഷേ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇതിലാണ് ഞങ്ങൾ കയറി വന്നത്. ഓ ആദ്യം പോകുമ്പോൾ ഇറങ്ങി. കാരണം ഞാൻ വീണ് വെറുതെ തന്നെ കൂടി വീഴുന്നുണ്ടല്ലോ. നല്ല വെന്നുള്ളു. ഒരു ധൃതിയില്ല. പ്ലാസ്റ്റിക് സാധനം തന്നില്ലേ? ഓക്കെ. കാക്കപ്പൊന്ന്. നീലഗിരി മാട്ടിനുണ്ടോ? ഫൈനലി നമ്മൾ പ്രോപ്പർട്ടിയിൽ തിരിച്ചെത്തി. അപ്പോൾ നമ്മുടെ കൂടെ വന്ന 2 പേര്, ഒരു കപ്പിൾ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായില്ല. അവർ ഇടയ്ക്ക് വെച്ച് ഗിവപ്പായി തിരിച്ചു പോയി. ബാക്കി എല്ലാവരും കയറിയിട്ടാ. അമ്മ അതിൻ്റെ ടോപ്പിൽ, അത് ഈ സൈഡല്ല, ഇതിൻ്റെ അപ്പർ സൈഡിലാണ് നമ്മൾ പോയത്. ഇനി ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞാൽ. അങ്ങനെ സൺലൈറ്റ് വന്നപ്പോഴേക്കും പ്രോപ്പർട്ടി ഒന്ന് ക്ലിയറായി. ഞാൻ ഇന്നലെ കിടന്നത് ഇവിടെയാണ്, ഈ ടെൻറ്റിലാണ്. ആദ്യം എനിക്ക് അലോട്ട് ചെയ്ത ടെൻറ്റ് അതായിരുന്നു. പിന്നെ ആ കപ്പിൾസ് വന്നപ്പോഴേക്കും അവർക്ക് ബാത്റൂമിൽ പോകാനുള്ള എളുപ്പം കാരണം ഞാൻ ഇങ്ങോട്ട് മാറി. നമ്മുടെ മലബാർ ടീംസ് ആ ടെൻറ്റിലായിരുന്നു. പിന്നെ നമ്മുടെ എറണാകുളം പെരുമ്പാവൂർ ടീം ആ സൈഡിലെ ടെൻറ്റിൽ. കോമൺ ഏരിയ ഇപ്പോൾ സൺലൈറ്റ് വന്നതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. എന്തായാലും ട്രക്ക് ചെയ്ത് വന്നതിൻ്റെ
ആ ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ട് കഴിയുക, ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ ഞാൻ എന്തായാലും പ്രോപ്പർട്ടി ഒന്ന് വാക്ക് അറൗണ്ട് ചെയ്യാം. എമർജൻസി അസംബ്ലി പോയിന്റ് 2. ഓക്കെ, മണ്ണിലടിച്ച ടെൻ്റ് ഉണ്ട്, ടേബിൾ ടോപ്പിലടിച്ച ടെൻ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു 4 ടെൻ്റ്, 2 ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 ടെൻ്റ്. അവിടെ ഒരു വ്യൂ പോയിന്റ്. ദാറ്റ്സ് ഇറ്റ്. യെസ്. ഇപ്പോൾ പീക്ക് കാണാൻ പറ്റുന്നത് ആ പീക്ക് ഉണ്ടോ അപ്പുറത്ത്, അവിടെയാണ് അവൻ പോയത്. ഇവിടെ നിന്ന് മേളിലേക്ക് നോക്കിയേ, കൊള്ളാം, നല്ല രസമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, ഓരോരുത്തർ കഴിച്ചു തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് മെനു: പൂരി, ടൊമാറ്റോ റൈസ്, ബജ്ജി, ബോയിൽഡ് എഗ്, ബ്രെഡ്, ബട്ടർ ഫ്രൂട്ട്സ്, ജാമുണ്ട്, ടീ. ഈ ഇദ്ദേഹത്തിനെ കണ്ടിട്ട് ഈ പുള്ളിയെല്ലാം കുക്ക് ചെയ്തേട്ടാ. ഇതിപ്പോൾ എഴുന്നേറ്റ് വന്നേ ഉള്ളൂ. നിപ്പോഴാണ് ഈ പുള്ളി എല്ലാം ഒറ്റയ്ക്ക് ചെയ്തോളൂ നിങ്ങളത്. അപ്പോൾ എല്ലാവരും ഫ്രഷായി ചെക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. ചിലരൊക്കെ കുളി കഴിഞ്ഞ് വന്നേ ഉള്ളൂ, ബാക്കി എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. പെർ ഹെഡ് 2300 റുപ്പീസാണ് വരുന്നത്. ഇതിൽ ഒരു പ്ലാന്റേഷൻ വാക്ക്, പിന്നെ ഈവനിങ് ടീ ആൻഡ് സ്നാക്സ്, രാത്രി ക്യാമ്പ് ഫയർ, ബാർബിക്യൂ, പിന്നെ ഡിന്നർ, മോർണിംഗ് സൺറൈസ് ട്രക്ക്. നല്ലൊരു കലക്കൻ ട്രക്കായിരുന്നു. ഞാൻ ആദ്യം തിരിച്ചു വരുന്നു, ബ്രേക്ക്ഫാസ്റ്റ്, ദെൻ ചെക്കൗട്ട്. ഇത്രയൊക്കെ ഉള്ള ഡീറ്റെയിൽസ്. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസൊക്കെ ഇടാം, ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇടാം. പെർ ഹെഡ് 2300. അത്ര വലിയ സംഭവം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നൈസ് ആംബിയൻസ് ആണ്, ക്ലീനാണ്, അതാണ് ഏറ്റവും മെയിൻ. നല്ല ക്ലീൻ ക്യാമ്പാണ്. പിന്നെന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നമുക്ക് ഇവരോട് പിന്നേക്കാം. ഇവർ +2 കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇവന്മാരിവിടെ ട്രക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടല്ലോ, എൻ്റെ പൊന്നോ ഉപ്പടളയിപ്പോണ്ടാ. ഇവന്മാരോട് പിടിച്ചു വന്നിട്ട് ഞാൻ ഇവന്മാരെ കഥക്കണ പോലുമില്ല. സൂപ്പറായിരുന്നല്ലോ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ആയിട്ട് ഇടുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, പീസ് ഔട്ട്.